ഈ LDF-ന് BDJS ഒരു തലവേദനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിശദീകരണം നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ UDF-ന് CK ജാനുവും വലിയ തലവേദനയായിരിക്കും. BDJS LDF-ലേക്ക് വരുന്നതോടുകൂടി LDF-ൽ അവശേഷിച്ചിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി LDF-ന് നഷ്ടമാകും എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം ആരുൾക്കൊള്ളണം? CPM ഉൾക്കൊള്ളണം. UDF-നെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് ശക്തിയുണ്ട്, മുസ്ലിം ലീഗിന് ശക്തിയുണ്ട്, RSPക്ക് ശക്തിയുണ്ട്. ഈ ആളില്ലാ പാർട്ടികളെ ഒരുപാടുള്ള സമയത്ത് വീണ്ടും ഒരു ആളില്ലാ പാർട്ടിയും കൂടി UDF-ലേക്ക് കൊണ്ടുവന്ന് അവിടെ സീറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്ത് വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് CK ജാനുവിനെ UDF-ലേക്ക് കൊണ്ടുവരുന്നത്? രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് LDF-ഉം UDF-ഉം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. നമസ്കാരം. LDF-ലേക്ക് BDJS-ഉം UDF-ലേക്ക് CK ജാനുവും എത്താൻ വേണ്ടി പോവുകയാണ്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ LDF-ന് BDJS ഒരു തലവേദനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിശദീകരണം നമ്മൾ നൽകേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ UDF-ന് CK ജാനുവും വലിയ തലവേദനയായിരിക്കും. UDF-ന് വിശദീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് CK ജാനുവിന്റെ UDF പ്രവേശം എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു BDJS ഒരു പക്ഷേ LDF-ലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നും, അതല്ല എങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒരു MP, രാജ്യസഭാ MP ആക്കി മാറ്റാത്ത പക്ഷം അദ്ദേഹം മുന്നണി വിടും, NDA സഖ്യം വിടും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇത് BDJS-ന്റെ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവകരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം LDF മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BDJS LDF-ലേക്ക് വരുന്നതോടുകൂടി LDF-ൽ അവശേഷിച്ചിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി LDF-ന് നഷ്ടമാകും എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം ആരുൾക്കൊള്ളണം? CPM ഉൾക്കൊള്ളണം. എല്ലാവരും വിചാരിക്കുന്നത് BDJS-ന്റെ കൂടെ ഈഴവ വോട്ടുകൾ മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ്. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BDJS-ന്റെ കൂടെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള ഈഴവ സമുദായം എന്ന് പറയുന്നത് അത് BJP അനുഭാവ നിലപാടുള്ള ഈഴവ സമൂഹമാണ്. ബാക്കി എല്ലാവരും ഇപ്പോൾ തന്നെ CPM-ലുണ്ട്. അതൊരു വസ്തുതയാണ്. പിന്നെ കുറച്ചൊക്കെ ആളുകൾ BJP-യിലേക്ക് നേരിട്ട് ഇപ്പൊ BJP-യുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. LDF-നെ സംബന്ധിച്ചിട്ട് ഈ BDJS വരുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ തന്നെ LDF-നെ സംബന്ധിച്ചിട്ട് LDF-ന് ഇപ്പൊ നിലവിൽ LDF-നകത്തുള്ള പാർട്ടികളെ ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ തന്നെ 2026-ൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റ് കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ആ മുന്നണിക്കകത്തുള്ള CPI ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രാദേശിക തലത്തിലുള്ളത് വരെ പറഞ്ഞ് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കേണ്ടത്. പിന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഈ കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് M-നെ സംബന്ധിച്ചിട്ട് കൃത്യമായ വോട്ട് ബാങ്കുള്ള മധ്യ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് M എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ആ ഒരു വിഷയത്തിൽ തർക്കമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഈ കേരള കോൺഗ്രസ് M-നെ സ്ഥിരമായിട്ട് UDF-ലേക്ക് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആകപ്പാടെ കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിന് മാത്രമാണ് ജോസ് കെ മാണി വരുന്നതിൽ എതിർപ്പുള്ളത്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റുമാനൂര് സീറ്റ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നാട്ടകം സുരേഷ് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ജോസ് കെ മാണി UDF-ലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഏറ്റുമാനൂർ സീറ്റ് നാട്ടകം സുരേഷിന് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ തന്നെ ഈ ജോസ് കെ മാണി UDF-ലേക്ക് വന്നില്ല എങ്കിൽ തന്നെയും ഈ നാട്ടകം സുരേഷാണ് ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നതെങ്കിൽ 8 നിലയിൽ VN വാസവനോട് പരാജയപ്പെടും എന്ന കാര്യത്തിലൊന്നും ഒരാൾക്കും ഒരു തർക്കവും വേണ്ട. അദ്ദേഹം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു, നല്ല സംഘാടകനും ഒക്കെയാണ്. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള കാരണത്താൽ തന്നെ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന നാട്ടകം സുരേഷും. പക്ഷേ വിജയിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും ഏറ്റുമാനൂർ നാട്ടകം സുരേഷ് ഇല്ല ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഏതൊക്കെയാലും അതോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ട് മുൻപ് സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായിട്ട് CPM വോട്ട് നൽകുന്ന ഒരു നിലപാടിലേക്ക് എത്തണം. പല സ്ഥലങ്ങളിലും ഈ CPM-കാർ CPI-ക്കാർക്കും CPI-ക്കാർക്ക് CPM-കാർക്കും CPM കേരള കോൺഗ്രസ് M-നും ഒക്കെ വോട്ട് ചെയ്യാത്തൊരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവർ സംഘടനാപരമായിട്ടുള്ളൊരു തീരുമാനം CPM കൈക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പാർട്ടിയോടൊപ്പം തന്നെ RJDയെ സംബന്ധിച്ചിട്ട് RJDക്ക് വടകര ഭാഗത്തൊക്കെ കൃത്യമായി ഒഞ്ചിയ മേഖലകളിലൊക്കെ കൃത്യമായിട്ട് സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ കൃത്യമായിട്ട് ഈ RJDയുടെ വോട്ടുകൾ LDF-ന് വീഴുന്ന അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വടകരയിൽ KK രമയെ പോലും അട്ടിമറിക്കാനായിട്ട് ആർക്ക് സാധിക്കും? LDF-ന് സാധിക്കും. പക്ഷെ ഏകോപനം ഉണ്ടാവണം. ഏകോപനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഈ RJDയുടെ പുറകെ VD സതീശൻ നടക്കുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി നടക്കുന്നുണ്ട്,
നിൽക്കുന്നുണ്ട്. പക്ഷെ ശ്രേയാംസ് കുമാർ അതിന് വഴങ്ങാത്തതാണ്. ശ്രേയാംസ് കുമാറിനെ സംബന്ധിച്ച് ഈ മുന്നണിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് കുറച്ച് വില പേശുക, അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രതാപം LDF-നകത്ത് വീണ്ടെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും UDF-ലേക്ക് പോകുന്നതിനെ കുറിച്ച് RJD പോലും ചിന്തിക്കത്തില്ല. അപ്പൊ RJD-യെ കൂടെ നിർത്തി JDS-നെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ആ മുന്നണി തന്നെ വളരെ ശക്തമാണ്. NCP-യെയും കേരള കോൺഗ്രസ് എസിനെയൊക്കെ മാറ്റിക്കളഞ്ഞു. കേരള കോൺഗ്രസ് Bയെ സംബന്ധിച്ചിട്ട് പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെയൊക്കെ ഉയർന്നു വരാൻ പോകുന്ന അഴിമതി ആരോപണങ്ങൾ, കടവൂർ ശിവദാസന്റെ കൂടെയൊക്കെ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ വലിയ അഴിമതികളുടെ കഥകളൊക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് പത്തനാപുരത്തെ വിജയം ഏറെ സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ ബാക്കിയൊക്കെയുള്ള ചെറുകക്ഷികളെ LDF വിട്ടോട്ടെ. LDF-നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ BDJS വരുന്നത് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. ഒരുപാട് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ള സഖാക്കന്മാർ ഉള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് BDJS-നെ ഇങ്ങനെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പരാമർശങ്ങളും ബാധിക്കുമോ? തീർച്ചയായിട്ടും. അതാണ് പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വിവാദപരമായ പരാമർശങ്ങളാണ് ഇപ്രാവശ്യം ഈ LDF-ന്റെ പരാജയത്തിന്, അതായത് വലിയ രീതിയിലുള്ളൊരു പരാജയമില്ലെങ്കിലും ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഒരു തിരിച്ചടിക്ക് കാരണം അതാണ്. അതിനുശേഷം ആ വ്യക്തി അതിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം LDF മനസ്സിലാക്കേണ്ടത്, അവശേഷിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതിന് ഒരു ആവശ്യകതയാണ്. അതോടൊപ്പം തന്നെ തെറ്റിതിരുത്തി മുമ്പോട്ട് പോകുമെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വരെ പറഞ്ഞിട്ടുള്ളത്. ആ തെറ്റിതിരുത്തിയാണ് മുമ്പോട്ട് പോകേണ്ടത്. മറിച്ച് BDJS-നെ പോലെയുള്ള ആളില്ലാ പാർട്ടിയൊന്നും ഈ LDF-ന്റെ ഭാഗമാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് UDF-നകത്ത്. UDF-നെ സംബന്ധിച്ചിട്ട് എന്താണ്? UDF-നെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് ശക്തിയുണ്ട്, മുസ്ലിം ലീഗിന് ശക്തിയുണ്ട്, RSPക്ക് ശക്തിയുണ്ട്, JSS-ന് ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് അതിനകത്ത് ജനകീയ അടിത്തറയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. എന്നാൽ കോൺഗ്രസിന് കോൺഗ്രസ് ആയിട്ടും മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗായിട്ടും നിന്ന് കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘടകകക്ഷികളൊക്കെ കൂടത്തിലുണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ അല്ല കാര്യം. കാരണം കോൺഗ്രസിന് കോൺഗ്രസ് ആയിട്ട് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ്, ഈ രണ്ട് പാർട്ടിയും RSPയും പിന്നെ ഈ പറഞ്ഞ JSS ഒക്കെ മാത്രം മതി അതിനകത്ത്. ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് വെറുതെ കൈപ്പത്തി കൊണ്ട് ഓട്ടോയെ തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ് അവിടെ വോട്ട് വീഴുന്നത്, അല്ലെങ്കിൽ UDF-നാണ് അവിടെ വോട്ട് വീഴുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, കടുത്തുരുത്തി ഈ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് എന്തായിരുന്നു? വളരെ മോശമല്ലായിരുന്നോ? അതോടൊപ്പം തന്നെ തൊടുപുഴയിലേക്കൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ്. ഈ ആളില്ലാ പാർട്ടികളെ ഒരുപാടുള്ള സമയത്ത് വീണ്ടും ഒരു ആളില്ലാ പാർട്ടിയും കൂടി UDF-ലേക്ക് കൊണ്ടുവന്ന് അവിടെ സീറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം CK ജാനുവിനെ ഒരു കാര്യം മനസ്സിലാക്കുക, മുത്തങ്ങയിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? മുത്തങ്ങ വെടിവെപ്പിന്റെ സമയത്ത് ആരായിരുന്നു കേരളം ഭരിച്ചിരുന്നത്? കേരളം ഭരിച്ചിരുന്നത് AK ആന്റണി അല്ലേ? ഇത് വലിയൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJP ഉയർത്തിക്കൊണ്ട് വരത്തില്ലേ? അതോടുകൂടി ജാനുവിന് ഉള്ള ക്രെഡിബിലിറ്റി കൂടി അവിടെ താഴേക്ക് പോകത്തില്ലേ? പിന്നെ എന്ത് വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് CK ജാനുവിനെ UDF-ലേക്ക് കൊണ്ടുവരുന്നത്? കഴിഞ്ഞ പ്രാവശ്യം അവര് NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു, അതിനും അത് ജയിച്ചിട്ടില്ല. അതിന് മുമ്പ് തന്നെ വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെ ഈ UDF-ലേക്ക് ഉൾപ്പെടുത്തുന്നതിലൂടെ UDF-ന് കിട്ടാൻ പോകുന്ന വമ്പൻ പണിയാണ്. സഹകരിപ്പിക്കുന്നത് പോലെയാണോ ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് UDF-ന്റെ ഭാഗമാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തരംതാണു പോയോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കണം. UDF-ന്റെ ക്രെഡിബിലിറ്റിക്ക് ചേരാത്ത ഒരുപാട് പാർട്ടികൾ അതിനകത്തുണ്ട്. UDF-ന്റെ ഉന്നതാധികാര സമിതിയിൽ പങ്കെടുക്കുന്ന പല ആളുകളും ആ യോഗത്തിന്റെ 100 കിലോമീറ്റർ പോലും ഇപ്പുറത്ത് നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല. പക്ഷെ എന്നിട്ടും UDF എന്തിനാണ് വീണ്ടും ഒരു ആർക്കും വേണ്ടാത്ത ഒരു CK ജാനുവിനെ വീണ്ടും ഈ UDF-ന്റെ ഘടകകക്ഷിയാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് UDF തന്നെ പുനഃപരിശോധിക്കണമെന്നേ എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ BDJS LDF-ന് ഒരു ബാധ്യതയായിട്ട് മാറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ CK ജാനുവിന്റെ പാർട്ടി UDF-നും ഒരു വൻ തലവേദനയായിരിക്കും സൃഷ്ടിക്കുക. രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് LDF-ഉം UDF-ഉം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. വേണമെങ്കിൽ അവകാശവാദത്തിനൊക്കെ വേണ്ടിയിട്ട് UDF-ന് പറയാൻ പറ്റും, കഴിഞ്ഞ പ്രാവശ്യം NDA-യുടെ ഭാഗമായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ UDF-ലേക്ക് കൊണ്ടുവന്നു. CPM-ന് അവകാശപ്പെടാൻ വേണ്ടി പറ്റുമായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം NDA-യുടെ ഭാഗമായിട്ടുള്ള BDJS-നെ ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ഇവർ വരുന്നത് മൂലം ഇരു മുന്നണികൾക്കും ഉണ്ടാകുന്ന വോട്ട് നഷ്ടത്തെക്കുറിച്ച് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രസക്തി. CK ജാനുവിന് UDF-ന് വേണ്ടി എത്ര വോട്ട് നേടിക്കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? ആകപ്പാടെ വയനാട് കുറച്ച് സ്ഥലങ്ങളിൽ ഏതാനും ചില ആൾക്കൂട്ടം
വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സി കെ ജാനുവിന്റെ ഒപ്പമുള്ളത്. സി കെ ജാനുവിന്റെ ഒപ്പം പണ്ട് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്നിരുന്നു. പക്ഷെ അവരൊക്കെ സി കെ ജാനുവിനെ ഇട്ടിട്ട് പോയി. സി കെ ജാനു ഒന്നും അവിടെ ഒരു സ്വാധീന ശക്തിയല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരാളില്ല പാർട്ടിയെയും കൂടി UDF എടുത്ത് തലയിലേക്ക് വെക്കുന്നതോടുകൂടി അത് അവസരം നഷ്ടപ്പെടുത്തി കളയുന്നത് ആരെയാണ്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് UDFന് വേണ്ടിയിട്ട് ശക്തമായിട്ട് സമരരംഗത്തുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള UDF പ്രവർത്തകരെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ അത്? കാരണം ഒരു സീറ്റായിരിക്കാം, ഒരു നിയമസഭാ സീറ്റായിരിക്കാം ആവശ്യപ്പെടുന്നത്. ആ നിയമസഭാ സീറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, കഴിഞ്ഞ 10 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു UDFകാരൻ അവിടെ ഉണ്ടാവത്തില്ലേ? അയാളുടെ സ്വപ്നങ്ങൾ കേൾക്കുന്ന തിരിച്ചടിയായിരിക്കില്ലേ ഇത്? അതുകൊണ്ട് UDFും LDFും ഈ 2 തീരുമാനങ്ങൾ, സി കെ ജാനുവിനെ UDFിലെടുക്കാനുള്ള UDFിന്റെ തീരുമാനവും LDF ഈ BDJSനെ എടുത്താൽ അതുമൂലം LDFിനുണ്ടാവാൻ പോകുന്ന ഡാമേജിനെ കുറിച്ചും കൃത്യമായ ഒരു പുനരവലോകനം നടത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പക്ഷം.